യേശുക്രിസ്തുവിൽ ബഹുമാനരായ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലായി ഞാൻ മൂപ്പന്മാരും അവരുടെ ശുശ്രൂഷകളും എന്ന് പറയുന്ന മഹത്തായ വിഷയം സംബന്ധിച്ച് 2 ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. ആ ലേഖനങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന മുഴുവൻ പരാമർശങ്ങളും പുതിയ നിയമത്തിൽ മൂപ്പന്മാരെ സംബന്ധിച്ച് പറയപ്പെടുന്ന പരാമർശങ്ങളും അവയുടെ വിശദീകരണങ്ങളുമാകിയാൽ പ്രസ്തുത വിഷയം സംബന്ധിച്ച് യാതൊരു വ്യക്തികളും ഒരു എതിർന്യായങ്ങളും ഉന്നയിച്ചില്ല എന്നുള്ളത് പ്രത്യേകം എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ പറയുന്ന കാര്യങ്ങൾ ദൈവവചനമാണെന്നും അതിനോട് എതിർത്ത് നിൽക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നുമുള്ളതാണ്. എന്നാൽ ഇന്ന് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം വാസ്തവത്തിൽ മൂപ്പന്മാരുടെ നിയമനം സംബന്ധിച്ചുള്ള വിഷയമാണ്. ഇന്ന് നമ്മുടെയൊക്കെ കൂടിവരവുകളിൽ വളരെയധികം ചോദ്യം ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഹൂ വിൽ അപ്പോയിന്റ് ദി എൽഡർ ഇൻ ദി കോൺഗ്രിഗേഷൻ. ആരാണ് സഭയിൽ മൂപ്പന്മാരെ നിയമിക്കുന്നത്? മൂപ്പന്മാരുടെ നിയമനം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഉണ്ടോ? ശുശ്രൂഷകന്മാരുടെ നിയമനവും മൂപ്പന്മാരുടെ നിയമനവും തമ്മിൽ വ്യത്യാസം വിശുദ്ധ ബൈബിൾ കാണുന്നുണ്ട്. മൂപ്പന്മാരെ കൈവച്ച് നിയമിച്ചതായി വേദപുസ്തകത്തിൽ എവിടെയും കാണുന്നില്ല. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു ലേഖനം എഴുതിയപ്പോൾ ഒരു സഹോദരൻ മൂപ്പന്മാരെ ആളുകളെ കൈവച്ച് നിയമിക്കണം, അങ്ങനെ കൈവച്ച് നിയമിച്ചില്ല എങ്കിൽ ആ ശുശ്രൂഷയ്ക്കുള്ള അധികാരം അവർക്കില്ല എന്ന് ഒരു കരിസ്മാറ്റിക് വിഭാഗത്തിലെ ഒരു സഹോദരൻ അഭിപ്രായം പറഞ്ഞു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിയമിച്ചതായി വ്യക്തമായ വചനം കാണുകയും ചെയ്യുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ മൂപ്പന്മാരെ നിയമിക്കുവാൻ തിമോത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് കൽപ്പിക്കുന്നതായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ വാസ്തവത്തില് സഭയിൽ തിരിച്ചറിയത്തക്ക നിലയിൽ മൂപ്പന്മാർ വേണമോ വേണ്ടായോ എന്നത് സംബന്ധിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. സഭയിൽ മൂപ്പന്മാർ എന്ന നിലയിൽ തിരിച്ചറിയേണ്ട ആളുകൾ ആവശ്യമില്ല എന്നും, അല്ല മൂപ്പന്മാരെ തിരിച്ചറിയണമെന്നും പറയുന്ന ആളുകളുണ്ട്. എന്നാൽ സഭയ്ക്ക് അറിയത്തക്ക നിലയിൽ മൂപ്പന്മാർ ഉണ്ടായിരിക്കണം എന്നാണ് പുതിയ നിയമ താളുകളിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സഭ സ്ഥാപിതമായ ആദ്യ നാളുകളിൽ സഭയിൽ മൂപ്പന്മാരെ നമ്മൾ കാണുന്നില്ല. സഭ സ്ഥാപിതമായ ആദ്യ നാളുകളിൽ യെരൂശലേമിൽ വിശ്വാസികൾ വർദ്ധിച്ചു വരികയും ആദ്യ നാളിൽ മൂപ്പന്മാരെ നമ്മൾ കാണുന്നില്ല. എന്നാൽ സഭ വർദ്ധിച്ചു വരികപ്പോൾ സഭയിൽ ശുശ്രൂഷകന്മാരെ നിയോഗിച്ചതായി പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആദ്യം സഭയിൽ അപ്പോസ്തലന്മാർ, പ്രവൃത്തികളുടെ പുസ്തകം 1:12. സഭയിൽ ആദ്യം അപ്പോസ്തലന്മാര്, പിന്നീട് ശുശ്രൂഷകന്മാർ 6-ാം അധ്യായത്തിന്റെ പ്രവൃത്തി 6:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. തുടർന്ന് സുവിശേഷകന്മാർ, പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഫിലിപ്പോസ് സുവിശേഷകനായിരുന്നു. പിന്നെ പ്രബോധനം നൽകുന്നവർ, പ്രവൃത്തികൾ 11:22 മുതൽ 26 വാക്യം, പ്രബോധന പുത്രൻ എന്നറിയപ്പെടുന്ന ബർന്നബാസ്. പ്രവാചകന്മാരെയും ഉപദേശകന്മാരെയും ഒക്കെ നമ്മൾ ദർശിക്കുന്നുണ്ട്. മൂപ്പന്മാരെ കുറിച്ച് ദൈവസഭയിൽ ആദ്യമായി പറഞ്ഞു കാണുന്നത് പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലാണ്. പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളെ ഈ അന്ത്യോക്യയിൽ നിന്ന് വരെ, ജാതികളിൽ നിന്ന് വരെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളും സഭകളും ഉണ്ടായ സമയമായി. യെരൂശലേമിൽ തുടങ്ങി ശമര്യയിലൂടെ വന്ന് യഹൂദിയ പ്രവിശ്യയും കഴിഞ്ഞ് ഈ അന്ത്യോക്യയിലേക്ക് സുവിശേഷം എത്തിച്ചേർന്ന സാഹചര്യമാണ് പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായം. അതുവരെ സഭയിൽ മൂപ്പന്മാർ എന്ന് പറയുന്ന ആ ഓഫീസിനെ സംബന്ധിച്ച് നമുക്ക് കാണുന്നില്ല. അത് മൂപ്പന്മാരുടെ നിയമനമായിട്ടാണ് പ്രവൃത്തി 14:23 കാണുന്നത്. ഇത് എവിടെ നിന്ന് വന്നു ചോദിച്ചപ്പോൾ യഹൂദന്മാരുടെ ഇടയിലെ മൂപ്പന്മാർ, പട്ടണമൂപ്പന്മാർ എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ നിന്ന് കടം കൊണ്ട ആശയമാണെന്നാണ് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം യഹൂദ പശ്ചാത്തലത്തിൽ നിലവിലിരുന്ന ആ മൂപ്പന്മാരുടെ പിന്തുടർച്ചക്കാരായി അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കൂട്ടത്തെ സഭയിൽ അംഗീകരിക്കുക, നിയമിക്കുക എന്ന് പറയുന്ന
ആശയത്തോട് ദൈവാത്മാവ് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇതൊരു കൽപ്പനയാണ്. തീത്തോസ് ലേഖനം 1:5 വളരെ വ്യക്തമായ കൽപ്പന പറഞ്ഞിട്ടുണ്ട്. കൽപ്പന മാത്രമല്ല, അവരുടെ ജോലി, ഉത്തരവാദിത്വം, കടമകൾ ഇതെല്ലാം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവായ ദൈവം നിഷ്കർഷിച്ചിട്ടുമുണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം 14:23 സഭകൾ മൂപ്പന്മാരെ നിയമിച്ചതായി നാം വായിക്കുന്നു. 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യെരുശലേം സഭയിലെ മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞു കാണുന്നുണ്ട്. യെരുശലേം സഭയിൽ അപ്പോഴത്തേക്കും മൂപ്പന്മാരുണ്ടായി. ആദ്യ നാളിൽ അപ്പോസ്തലന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോസ്തലന്മാർ കഴിഞ്ഞാൽ പിന്നെ സഭയിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് മൂപ്പന്മാരായ ആളുകൾ. നാം അവരെ അവിടെ കാണുന്നത് അങ്ങനെയാണ്. അവരെപ്പോൾ ആര് നിയമിച്ചു എന്ന് പറയുന്നില്ല. ആരാണ്, എപ്പോഴാണ്, ആരാണ് അവരെ നിയമിച്ചത്. പ്രവൃത്തി 14:23 വരെ മൂപ്പന്മാരുടെ നിയമനം സംബന്ധിച്ച് സൈലന്റ് ആണ് ബൈബിൾ. അതുകൊണ്ട് അവരെ ആര് എപ്പോൾ നിയമിച്ചു എന്ന് വേദപുസ്തകം ചെയ്തിട്ടില്ല. എന്നാൽ സഭയിൽ അറിയപ്പെടത്തക്ക നിലയിൽ മൂപ്പന്മാരുണ്ടായിരുന്നു എന്ന് ഈ താളുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ഈ അന്ത്യോക്യയിൽ ഉണ്ടായ പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോകാൻ, അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകാനായിട്ടാണ് വാസ്തവത്തിൽ അവര് ആലോചിച്ചത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകുന്ന ആലോചന പറയുന്നുണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ മൂപ്പന്മാരുടെ നിയമനം പ്രസ്താവിക്കുന്നത് വരെ അന്ന് തെളിവായി പറഞ്ഞിട്ടില്ല എങ്കിലും ആ സമയം ആയപ്പോഴേക്കും യെരുശലേമിലെ സഭയിൽ മൂപ്പന്മാര് ശുശ്രൂഷ രംഗത്ത് ഉയർന്നു വന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രവൃത്തി 15:4 ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അന്ത്യോക്യയിലുണ്ടായ പ്രശ്നം, ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾ യഹൂദന്മാര് ക്രൈസ്തവ വിശ്വാസികളായി തീരേണ്ടതിന് ആദ്യമേ യഹൂദന്മാരായി തീരണം. എന്ന് പറഞ്ഞാൽ മോശയിക ന്യായപ്രമാണ ആചരണപ്രകാരം അവര് പ്രോസലൈറ്റ്സുകളാകണം, അതായത് യഹൂദ മതാനുസാരികളായിരിക്കണം. ദെൻ ദേ ഷുഡ് ബിക്കം ക്രിസ്ത്യൻസ് എന്നാണ് യഹൂദ്യാദേശത്ത് വന്ന ചില ആളുകൾ തെറ്റായി പഠിപ്പിച്ചത്. അത് സംബന്ധിച്ച് ജാതികൾക്ക് വ്യത്യസ്തമായിട്ട് രക്ഷാമാർഗത്തെ സംബന്ധിച്ചുള്ള ഉപദേശം പുതിയ നിയമത്തിന്റെ ഉപദേശത്തിന് സ്വീകാര്യമല്ലായികയാൽ ഇത് സംബന്ധിച്ച് യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോകണം എന്ന് തീരുമാനിച്ചു. അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കലാണ് പോയത്. അപ്പൊ അവിടെ കൂടി വന്നത് പൊതുജനം, സഭ ഒന്നിച്ചാണ്, വിശ്വാസമടങ്ങിയുള്ള സഭ ഒന്നിച്ചാണ് വന്നതെങ്കിലും വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് പൊതുസഭയിലാണെങ്കിലും തീരുമാനമെടുത്തതും ആ തീരുമാനം ഡയറക്റ്റ് ചെയ്തതും യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അവിടെ പ്രവൃത്തിയുടെ പുസ്തകം 15:12 വളരെ വ്യക്തമായി ഈ മൂപ്പന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ചുമതലകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മൂപ്പന്മാർ എന്ന് പറയുന്ന ഓഫീസ് സഭയിൽ എങ്ങനെയോ നുഴഞ്ഞു കയറി വന്നതാണ്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ചുള്ള അവരുടെ മൂപ്പന്മാർ എന്ന് പറയുന്ന ആശയത്തിൽ വന്നതാണ് എന്നുള്ള പഠിപ്പിക്കലുകൾ സ്വീകരിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പൊ വാസ്തവത്തില് മൂപ്പൻ നിയമനത്തിന് വേണ്ടിയുള്ള ഇന്നത്തെ ചടങ്ങുകളും താടിമോടികളും ക്രമീകരണങ്ങളും ഒന്നും ആ കാലത്ത് മാനുഷികമായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശരിയാണ്. അപ്പൊ തർക്കവിഷയമായി തീർന്ന ഉപദേശ സ്ഥാപനത്തിൽ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും ഒരുമിച്ച് ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിന്റെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയും അത് പൊതുസഭ അംഗീകരിക്കുകയും അങ്ങനെ അംഗീകരിക്കപ്പെട്ട ആ തീരുമാനം ഐക്യകണ്ഠേന മറ്റുള്ള സഭകളെ അറിയിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ വാസ്തവത്തില് ഒന്നാമത്തെ സഭയായ യെരുശലേമിൽ മൂപ്പന്മാരുടെ ഭരണം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി മൂപ്പന്മാരെ നിയമിക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ് അതിപ്രധാനമായ ചോദ്യം. ഞാൻ ഉപദേശ വിഷയത്തിൽ നിശ്ചയം പ്രാപിച്ചുള്ള വേദവിദ്യാർത്ഥി എന്ന നിലയിൽ മുഖപക്ഷം കൂടാതെ ഈ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് എവിടെ നിന്നോ ഒരു വിദേശ സഭയിൽ നിന്ന് അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് തദ്ദേശ സഭയിൽ മൂപ്പനായി ഒരു 6 മാസം കഴിഞ്ഞ് ഉദ്യോഗ നിയമനം ലഭിച്ച ഒരു സഹോദരൻ, അദ്ദേഹം എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല, ആരോ എന്നെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ളതേ ഉള്ളൂ. ഇത് വ്യക്തിപരമായ പരാമർശവും കഴിവതും ഞാൻ ഒഴിവാക്കുന്നതാണ്, എന്നാൽ ഈ ബന്ധത്തിൽ പറയാതിരിക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, വേർപെട്ട സഭകൾക്ക് വളരെ ദോഷീകമായ പഠിപ്പിക്കലുകൾ ചെയ്യുന്ന ആളാണ് ഞാനും. അത് വേറൊരു സഹോദരനെ പറഞ്ഞു. ഞാനൊരു പുസ്തകം അദ്ദേഹത്തിന് സമ്മാനിച്ചപ്പോൾ അദ്ദേഹം ആ പുസ്തകം ബ്ലറ്റൻലി റിജക്ട് ചെയ്തു. ഐ ഡു നോട്ട് റീഡ് എനി ഓഫ് ഹിസ് ആർട്ടിക്കിൾ, ഐ ഡു നോട്ട് ലിസൺ ഹിസ് മെസ്സേജസ് ബിക്കോസ് ഹി ഹാസ് സോ മെനി ടീച്ചിങ്സ് which would destroy the churches of the brother എന്ന് അദ്ദേഹം പറഞ്ഞു. നാണമില്ലേ എന്നെനിക്ക് തോന്നിപ്പോയി. ആയുസിന്റെ മുഴുവൻ കാലഘട്ടവും ബഹറിൽ ഫറവോന്റെ ഇഷ്ടിക കമ്പനിയിൽ ജോലി ചെയ്യുകയും ആയുസിന്റെ
ഈ യവനത്തിന്റെ ആരംഭം തന്നെ കർത്താവിന് വേണ്ടി കൊടുത്ത് ഈ നാളുകൾ മുഴുവൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യും. ഇപ്പോഴും പേരുകൊണ്ട് പരസ്യവും നടത്തി ആത്മീയ ശുശ്രൂഷ ചെയ്ത് ദൈവവും പഠിപ്പിച്ച് നടക്കുന്ന എന്നെക്കുറിച്ച് അത്രയും മ്ലേച്ഛമായ ഒരു കമന്റ് അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് ലജ്ജയുണ്ട്. കർത്താവിന് ജയിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ കാരണം അറിയാമോ? ഈ മൂപ്പന്മാരുടെ നിയമം സംബന്ധിച്ച് സ്പഷ്ടമായി ഞാൻ പല ലേഖനം എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് കുത്തുകൊണ്ടു. അതാണ് കാരണം. അപ്പൊ ആരാണ് മൂപ്പന്മാരെ നിയമിക്കേണ്ടത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നത്തെ സഭകളിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ ആവശ്യവുമാണ്. യെരുശലേമിൽ ആര് നിയമിച്ചു എന്ന് ഒരു പ്രസ്താവന പോലും ബൈബിൾ പറഞ്ഞിട്ടില്ല. ആദ്യ നാളുകൾ അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തലന്മാർ പ്രവൃത്തി 6 വരുമ്പോൾ ആ സഭയിൽ വിധവന്മാർ തമ്മിലുള്ള പ്രശ്നം, വിധവന്മാർക്ക് ആഹാരം പങ്കുവെക്കുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അപ്പൊ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ഈ വിഷയം എത്തുകയും അവര് ആ വിഷയത്തിൽ നിന്ന് ഈ ഭാഗത്തേക്ക് അവരുടെ അറ്റൻഷൻ മാറ്റാതിരിക്കേണ്ടത്. അവർ പറഞ്ഞു, നിങ്ങള് ആ പരിശുദ്ധാത്മ നിറവും കൃപയും ജ്ഞാനവുമുള്ള ആ 7 പേരെ നമുക്ക് തിരഞ്ഞെടുക്കാം. അവരാ ശുശ്രൂഷകൾ ഫലമേൽക്കട്ടെ. ഞങ്ങളോ ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അപ്പോസ്തലന്മാർ ആ ശുശ്രൂഷയിൽ ഉറ്റിരുന്നു. അപ്പൊ പിന്നീട് ആ സഭയിൽ മൂപ്പന്മാരുണ്ടായതാണല്ലോ പ്രവൃത്തി 14 വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം മൂപ്പന്മാരുടെയും അപ്പോസ്തലന്മാരുടെ അടുക്കലേക്കാണ് അന്ത്യോക്യൻ പ്രശ്നം കൊണ്ടുപോയത്. അപ്പൊ എന്നാൽ യെരുശലേമിലെ സഭയിൽ ആരാണ് മൂപ്പന്മാരെ നിയമിച്ചതെന്ന് യാതൊരു വ്യക്തതയും നമുക്ക് തിരുവെഴുത്തിൽ വായിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോസ്തലന്മാർ നിയമിച്ചു എന്ന് തന്നെ ന്യായമായി നമുക്ക് വിചാരിക്കാം. കാര്യം അപ്പോസ്തലന്മാര് മൂപ്പന്മാരെ നിയമിച്ചു എന്ന് സ്വാഭാവികമായി നമുക്ക് അനുമാനിക്കാം. ഈ അനുമാനം കൊണ്ട് ഉപദേശം സ്ഥാപിക്കാൻ പറ്റിയില്ലെങ്കിലും സാഹചര്യ തെളിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാനേ ന്യായമുള്ളൂ. പിന്നത്തേതിലൊരു സഭ സ്ഥാപിക്കുവാൻ ദൈവം ആരെ ഉപയോഗിച്ചുവോ അവർ തന്നെ മൂപ്പന്മാർ തെളിഞ്ഞു വരുമ്പോൾ അവരെ മൂപ്പന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചു എന്ന് മനസ്സിലാക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഷണറി പോയി ഒരു സ്ഥലത്ത് പ്രവർത്തിച്ച് അവിടെ ഒരു സ്ഥലസഭ സ്ഥാപിതമായി. കുറെ കഴിയുമ്പോൾ അവിടെ മൂപ്പന്മാരുടെ കൃപാവരത്തോടുകൂടി ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരുമ്പോൾ അവരെ സഭയ്ക്ക് ചൂണ്ടിക്കാണിച്ച് തലസ്ഥാനത്തേക്ക് പ്രാർത്ഥിച്ച് അവരെ ആക്കുന്നത് ആ ശുശ്രൂഷകനാണ്. അവിടെയുള്ള ആ ശുശ്രൂഷകനാണ്, അതായത് സുവിശേഷകനാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇതിലെ പ്രബുദ്ധൻ ഞാൻ പറഞ്ഞ കൺവെൻഷണൽ പ്രബുദ്ധൻ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ ഈ ബാക്കി അർത്ഥത്തിലല്ല. കൺവെൻഷനുകളും ക്യാമ്പുകളും പൊതു ശുശ്രൂഷയെ കണക്കാക്കുന്ന ആളുകളാണ് പൊതു ശുശ്രൂഷകന്മാർ എന്നുള്ള പ്രത്യേക ലേബൽ എടുക്കുന്നത്. മറ്റുള്ളവരെ 2ാം കിട പൗരന്മാരായി ഇവർ പരിഗണിക്കുന്നുണ്ടാകാം. അദ്ദേഹം ചെയ്ത ഒരു വമ്പൻ പ്രസംഗത്തിൽ പറഞ്ഞു, സുവിശേഷകൻ സഭയ്ക്ക് പുറത്ത്, അദ്ദേഹം സഭയുടെ അകത്ത് യാതൊരു ശുശ്രൂഷയും ചെയ്യാൻ പാടില്ല. ആ സഭയുടെ അകത്തെ മുഴുവൻ ശുശ്രൂഷയും മൂപ്പന്മാരാണ്. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ അജ്ഞതയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേരിട്ട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായാൽ മണിക്കൂറുകൾ ചെലവഴിച്ച് അദ്ദേഹത്തെ ഈ വിഷയത്തിൽ കൺവിൻസ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ദൈവവചനം കൊണ്ട് ഞാൻ തയ്യാറാണ്. അപ്പോൾ വാസ്തവത്തിൽ ഒരു മിഷണറി പോയി പ്രവർത്തിച്ച് ഒരു സഭയുണ്ടായി. ആ സഭയിൽ ഉടൻ തന്നെ മൂപ്പന്മാർ എഴുന്നേൽക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സഭ വളരുകയും വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ, എണ്ണത്തിലും ഗുണത്തിലും പെരുകി കഴിയുമ്പോൾ മൂപ്പന്മാരുടെ വരമുള്ള അല്ലെങ്കിൽ ശുശ്രൂഷ വരമുള്ള ആളുകൾ ശുശ്രൂഷകളാൽ അവിടെ എഴുന്നേൽക്കുകയും അവരെ ഈ ശുശ്രൂഷകൻ സഭയ്ക്ക് ചൂണ്ടിക്കാണിച്ച് ശുശ്രൂഷകനായി അല്ലെങ്കിൽ മൂപ്പനായി അംഗീകരിക്കുകയും ആ മൂപ്പനും ഈ ശുശ്രൂഷകനോട് ചേർന്ന് സഹകരിച്ച് ആ സഭയുടെ ആത്മീക പരിപാലന ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. പ്രവൃത്തിയുടെ പുസ്തകം 14:23 കൊണ്ട് തെളിയുന്നത് അങ്ങനെയാണ്. മൂപ്പന്മാരുടെ ലക്ഷ്യങ്ങൾ പറയുന്നതിൽ നിന്നും സഭ സ്ഥാപിച്ച ഉടൻ മൂപ്പന്മാരെ നിയമിക്കപ്പെടും എന്ന് വരാത്തതുകൊണ്ടും എത്ര പ്രാപ്തിയും കഴിവും ഉള്ള ആളാണെങ്കിലും ഒരു പുതുശിഷ്യൻ ആ ശുശ്രൂഷയിലേക്ക് വരരുതെന്ന് 1 തിമോത്തി 3:6 കൽപ്പിതമായി പൗലോസ് പ്രസ്താവിച്ചുള്ളതുകൊണ്ടും നിശ്ചയമായും ഒരു സ്ഥലസഭ സ്ഥാപിച്ച് ഏറിയ നാളിൽ കഴിഞ്ഞ ശേഷമാണ് അവിടെ മൂപ്പന്മാര് എഴുന്നേറ്റ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രവർത്തന പുസ്തകം 14:21 മുതൽ 23 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവിടെ സഭകൾ സ്ഥാപിച്ചവർ തന്നെ മൂപ്പന്മാരെയും നിയമിച്ചു എന്ന് വായിക്കുന്നു. തീത്തോസിനെയും മറ്റും ക്രേത്തയിൽ വിട്ടേച്ചു പോകുന്നത് പട്ടണം തോറും സഭകൾ മൂപ്പന്മാരെ ആക്കി വെക്കാൻ വേണ്ടി ആയിരുന്നു എന്നും പറഞ്ഞു കാണുന്നുണ്ട്. പ്രവൃത്തി 18:11, 1 കൊരിന്ത്യർ 4:14, 15 ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ പരാമർശങ്ങളുണ്ട്. കൊരിന്ത്യർ സഭ ഒരു വലിയ സഭയായിരുന്നെങ്കിലും പൗലോസ് 1-ാമത്തെ ലേഖനം എഴുതുന്നത് വരെ കൊരിന്ത്യർ സഭയിൽ മൂപ്പന്മാരുണ്ടായിരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ സഭയ്ക്ക് നേരിട്ട് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നു. അല്ല ഏതെങ്കിലും മൂപ്പന്മാർക്ക് ആ ലേഖനം അഡ്രസ് ചെയ്യുകയോ
അവരോട് അവിടുത്തെ ഇഷ്യൂ കൈകാര്യം ചെയ്യണം എന്ന് പറയുകയോ ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നില്ല. മൂപ്പന്മാരെ വിളിച്ചുകൊണ്ട് ഒരു വാക്കുപോലും പൗലോസ് പ്രസ്താവിച്ചിട്ടുമില്ല. അതുകൊണ്ട് നാം വായിക്കുന്നത് ഈ 1 കൊരിന്ത്യർ 6:15-16 പറയുമ്പോൾ ശേഷിച്ച കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്താം എന്ന് പറയുന്നതുകൊണ്ട് ആ കാലഘട്ടം വരെ അവിടെ മൂപ്പന്മാരില്ലായിരുന്നു എന്ന് വായിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലസഭ സ്ഥാപിക്കുവാൻ മുഖാന്തരമായ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ മുഖാന്തരം അതിലെ മൂപ്പന്മാർ നിയമനം വരെയും പരിപാലിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. ഇവിടെ ഈ മൂപ്പന്മാര് വലിയ അധികാരസ്ഥന്മാരായ ശുശ്രൂഷകന്മാരാണെന്ന് ചിന്തിക്കുന്നതിന് ഒരു തെറ്റായ പഠിപ്പിക്കലുകൾ. സ്ഥലസഭ സ്ഥാപിതമായ ശേഷം ശുശ്രൂഷകൻ അവിടെ നിൽക്കാൻ പാടില്ല എന്നാണ് ഇവരുടെ ഒരു വെയ്പ്പ്. അങ്ങനെ വേദപുസ്തകം പറഞ്ഞിട്ടില്ല. പൗലോസ് ഒരു ഐറ്റിനറന്റ് ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചുറ്റിത്തിരിഞ്ഞ് അനേക സ്ഥലങ്ങളിലും ശുശ്രൂഷ ചെയ്ത ആളായിരുന്നു. സഭകൾ ഉണ്ടായി. അദ്ദേഹം ഒരു കൂട്ടുമൂപ്പനുമായിരുന്നു, അപ്പോസ്തലനുമായിരുന്നു, സുവിശേഷനുമായിരുന്നു. പിന്നീട് മടങ്ങി വന്ന് താൻ സ്ഥാപിച്ച സഭകളെ കർത്താവ് ഉറപ്പിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ തോന്നിയതുപോലുള്ള ക്രമീകരണം ഒരു സ്ഥലസഭയ്ക്ക് ചെയ്യാൻ അവകാശമില്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1:7-9 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് കൊരിന്ത്യരെ ശാസിച്ചുകൊണ്ട് ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി, അയ്യോ നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അദ്ദേഹം പറയേണ്ടി വന്നത് അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള വിധം നേരിട്ട് എന്ന് സഭയുടെ ക്രമീകരണങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ തന്നിൽ നിന്നും ഈ കാര്യങ്ങൾ നേരിട്ട് പഠിച്ചിട്ടുള്ള തിമോത്തിയോസ്, തീത്തോസ് മുതലായ ആളുകളെ പ്രസ്തുത സ്ഥലങ്ങളിൽ താമസിപ്പിച്ച് മൂപ്പന്മാരായ ആളുകൾ വരങ്ങളോടുകൂടെ എഴുന്നേറ്റ് വരുമ്പോൾ അവരെ സഭ റെക്കഗ്നൈസ് ചെയ്യേണ്ടതിനു വേണ്ടി ശുശ്രൂഷയ്ക്കായി ചൂണ്ടിക്കാണിക്കുവാൻ പൗലോസ് അവരെ പ്രബുദ്ധരാക്കിയതായി നമ്മൾ വായിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പൊന്തോസിലും ഗലാത്യ, കപ്പദോക്യ, ആസ്യ, ബിദുന്യ പ്രദേശങ്ങളിലും എല്ലാം പിൽക്കാലത്തുണ്ടായ സഭകളിൽ അവിടെ സഭകളിൽ മൂപ്പന്മാർ ഉണ്ടായിരുന്നതായി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 5 അവിടുത്തെ ദുഷ്ടനെ മുടക്കുവാൻ സഭയെ മുഴുവനായി വിളിച്ചിട്ട് അപ്പോസ്തലൻ പറയുന്നതാണ് മൂപ്പൻ വേണ്ട എന്ന് സഭയെ മുഴുവനായി വിളിച്ചിട്ട് അപ്പോസ്തലൻ ആ കാര്യം ഫലമേൽപ്പിക്കുന്നതുകൊണ്ടാണ് സഭയിൽ ഒരു മൂപ്പന്റെ ആവശ്യമില്ല എന്ന് ചില ആളുകൾ പറയുന്നത്. അത് ശരിയല്ല. അവിടെ അതുവരെ മൂപ്പന്മാര് എഴുന്നേറ്റ് വന്നിരുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് സഭയെ മൊത്തമായി ആ കാര്യം ഏൽപ്പിക്കുന്നത്. ഇപ്പൊ മൂപ്പന്മാരുടെ ക്രമീകരണത്തിന്റെ കീഴിൽ സഭ വരുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പരാമർശിക്കുന്നത്. അത് എവിടെയോ നിന്നും പറന്നു വന്ന് കയറിയ അല്ലെങ്കിൽ നുഴഞ്ഞു വന്ന് കയറിയ ഒരു സ്ഥാനമാണ്, ശുശ്രൂഷയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. റോമർ 12:8, 1 കൊരിന്ത്യർ 12:28 ഈ ഭാഗങ്ങളിൽ മൂപ്പന്മാരുടെ ശുശ്രൂഷ ഒരു വരമായി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവാണ് മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. ആ മൂപ്പന്മാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുമ്പോൾ നിശ്ചയമായും അവർക്ക് പരിശുദ്ധാത്മദത്തമായ ആത്മവരങ്ങളും ഉണ്ടായിരിക്കും. ആ ആത്മവരങ്ങൾ അവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വളരെ വേഗത്തിൽ 8 പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ മൂപ്പന്മാരുടേത് ഞാൻ 2 ലേഖനങ്ങളായി എഴുതി. അതിന്റെ തലക്കെട്ട് മാത്രം ഞാൻ ആവർത്തിച്ചോർപ്പിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ നിർത്താം. ഒരു പ്രാദേശിക സഭയിൽ ഒരു മൂപ്പനെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഉള്ള 8 മൂപ്പന്മാരുടെ ലക്ഷണങ്ങൾ. 1, അവർ ആടുകളെ മേയിക്കണം. ആടിന് ഇഷ്ടമുള്ള പുൽപ്പുറങ്ങളിലേക്ക് അവയെ കൂട്ടിക്കൊണ്ടുപോവുകയും ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോടൊത്ത് പ്രാർത്ഥിക്കുകയും അവരെ ക്രിസ്തുവിൽ ധനിരായി നിർത്തുകയും ചെയ്യണം. 2, ബലഹീനമായതിനെ ശക്തീകരിക്കണം. 1 തെസ്സലോനിക്കർ 5:14 പൗലോസ് പറയുന്നു, അവരെ ഉൾക്കലത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ. അപ്പൊ സഭയിൽ ബലഹീന വിശ്വാസമുണ്ട്, അവരെ ശക്തീകരിക്കുക എന്നുള്ളത് മൂപ്പന്മാരുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. 3, ദീനം പിടിച്ചതിനെ ചികിത്സിക്കുക. ആത്മീയ ചികിത്സാ സമ്പ്രദായം കൂടെ ദൈവഭവനത്തിലുണ്ടെന്ന് വളരെ വ്യക്തമായി പറയുന്നു. തേനീച്ചകളുടെ കൂട്ടത്തില് ഒരു ഈച്ച രോഗിയായി തീർന്നാൽ ആ രോഗിയായ ഈച്ചയുടെ പുറത്ത് മറ്റാരോഗ്യമുള്ള ഈച്ച കയറിയിരുന്ന് അതിനെ കടിച്ചെടുത്തുകൊണ്ട് കൂട്ടിൽ നിന്ന് പുറത്തു കൊണ്ട് എറിയുന്ന സമ്പ്രദായം കാണാറുണ്ട്. ദൈവസഭയിൽ അങ്ങനെയല്ല. ദീനമായതിനെ എന്ത് ചെയ്യണം? അതിനെ സൗഖ്യം വരുവോളം ശുശ്രൂഷ ചെയ്യണം എന്ന് പറയുന്നു. വിശ്വാസികൾ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അവയവങ്ങളാണ്. അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ ഒരു വിശ്വാസിക്ക് ഏതെങ്കിലും നിലയിലുള്ള ബലഹീനതയോ അധീനമോ അസ്വസ്ഥയോ വേദനയോ ഒക്കെ ഉണ്ടായാൽ കൃപാവര പ്രാപ്തരാകുന്ന മൂപ്പന്മാർ അവർക്ക് എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ ദീനമുള്ളതിനെ
സൗഖ്യപ്പെടുത്തണം, ബലഹീനമായതിനെ ശക്തീകരിക്കണം, ആടുകളെ ദൈവവചനത്താൽ പരിപോഷിപ്പിക്കണം. 4, ഒടിഞ്ഞതിനെ മുറികെട്ടണം. ആട് സാധാരണയായി മുമ്പോട്ട് മാത്രം നോക്കി യാത്ര ചെയ്യുന്ന ഒന്നാണ്, അങ്ങനെ മേലോട്ടൊക്കെ നോക്കി യാത്ര ചെയ്യുന്നതാണ്. അപ്പൊ ഇടം വരെ നോക്കാതെ ഇത് കണ്ട പുൽപ്പുറങ്ങളിലേക്കൊക്കെ ചാടും. അപ്പോൾ മറിഞ്ഞു വീഴും, ചിലതിന് ഒടിവ് സംഭവിക്കും. പച്ചിപ്പ് എവിടെ കാണുന്നോ അവിടെയൊക്കെ ആടുകൾ ഓടി നടക്കും. അപ്പൊ അങ്ങനെയുള്ള ഈ ആടുകൾക്ക് ഒടിവുകളും മുറിവുകളും സംഭവിക്കുമ്പോൾ ആ ഒടിഞ്ഞതിനെ വെച്ച് കെട്ടുന്ന ജോലി മൂപ്പന്മാരുടെ ജോലികളാണ്. അപ്പൊ അതുപോലെ വിശ്വാസം ചിലർ ലോകമയമുള്ളവരായി അവര് തങ്ങളുടെ സ്വന്തമായ ജീവിതത്തിന്റെ ആദായം നോക്കിയും ആത്മീയ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെയും വിവാഹം, വ്യാപാരം തുടങ്ങിയ പല കാര്യങ്ങളും ചെന്ന് ഏർപ്പെട്ട് ആത്മീയ കൈകാലികൾ ഒടിഞ്ഞു പോകുന്ന സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മൂപ്പന്മാർ എന്ത് ചെയ്യണം? അവരെ ജഡമോഹം, ദ്രവ്യാഗ്രഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സുബോധശീലരായി ഉപദേശിക്കുകയും അവരെ വാസ്തവത്തില് അവരുടെ മുറിവുകൾക്ക് മുറിവ് കെട്ടുകയും ചെയ്യണം. ഒടിഞ്ഞതിനെ മുറിവ് കെട്ടണം. അതുപോലെ തന്നെ അവന് അത് എന്ത് ചെയ്യണം? മറ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് ദൈവം തന്നെ പറയുന്നു, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഒഴുകിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്താക്കുവിൻ. അടുത്തത് 6 പറയുന്നു. 5 പറയുന്നു, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തണം. സഭകളിൽ ചിതറിപ്പോയത് കാണും. ആടുകളിൽ ചിലർ ചിതറിപ്പോകും. പച്ചിപ്പ് അന്വേഷിച്ചു പോകുന്ന ആടുകൾ നാനാവിധമായി ചിതറിപ്പോകും, ചിലപ്പോൾ കൂട്ടത്തോടെ നിൽക്കുകയില്ല. അപ്പം അത് ഹെസ്കേൽ 34:14 പറയുമ്പോൾ, കാറും കറുപ്പും ഉള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവരെ കൂട്ടിവരുത്തും എന്ന് പറയുന്നതുകൊണ്ട് യഹോവയായ ദൈവം ശ്രേഷ്ഠനായ ഇടയനാണെന്നും കാറും കറുപ്പുമുള്ള ദിവസങ്ങളിൽ ചിതറിപ്പോയ ആളുകളെ താൻ കൂട്ടിച്ചേർക്കുമെന്നും പറയുന്നു. അപ്പൊ വിശ്വാസികൾക്കും ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാം. സഭയിലെ ഭിന്നതകൾ, മറ്റു പ്രയാസങ്ങൾ, ചുറ്റുപാടിൽ നിന്നും വരുന്ന ദുരുപദേശ കൊടുങ്കാറ്റുകൾ, പ്രലോഭനങ്ങൾ, പിന്നെ മാനസികമായ സമ്മർദ്ദങ്ങൾ, സഹവിശ്വാസികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, ഇതൊക്കെ ഹേതുവായി ചിലപ്പോൾ ആടുകൾ ചെറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെറിപ്പോയാൽ അവരെന്ത് ചെയ്യണം? പിറ്റേ ഞായറാഴ്ച വരുമ്പോൾ, അല്ലെ 4 ഞായറാഴ്ച കണ്ടില്ല, 5-ാം ഞായറാഴ്ച അവർ ഏതെങ്കിലും നിലയിൽ വന്നു കഴിഞ്ഞാൽ സാക്ഷ്യം പറഞ്ഞിട്ട് തിരുവത്താഴം മുറിക്കാവൂ എന്ന് ചില കൽപ്പിത മൂപ്പന്മാരുണ്ട്. ഇങ്ങനെയുള്ള അലസന്മാരായ മൂപ്പന്മാർ കാണാതെ പോയതിനെ എന്ത് ചെയ്യണം? പോയി ചിതറിപ്പോയതിനെ അന്വേഷിക്കണം. കഥകൾ പലതും ഈ സമയത്ത് കൂട്ടിച്ചേർക്കാൻ ഉണ്ടെങ്കിലും സമയത്തിന്റെ പര്യാപ്തത കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. 6, കാണാതെ പോയതിനെ അന്വേഷിക്കുക. ചിതറിപ്പോയി പല സമയമാകുമ്പോൾ ചിലതിനെ കാണാതെ പോകും. കാണാതെ പോയാൽ അതാത് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? ആ കാണാതെ പോയ ആടിനെ അന്വേഷിക്കാൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ അന്വേഷിച്ചതിനെ ചുമലിലേന്തി വീട്ടിൽ കൊണ്ടുവന്ന് സന്തോഷിച്ച നല്ല ഇടയിലെ പോലെ ആയിരിക്കണം സഭയെ പരിപാലിക്കുന്ന മൂപ്പന്മാർ. അല്ലെങ്കിൽ അത് വാസ്തവത്തില് ശരിയല്ല. എന്നാൽ നേരെ വിപരീതമായി ഇടപെടുന്ന ഇടയന്മാരും ഇല്ലാതെയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിക്കുവോളം പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയൊക്കെയും കൊമ്പുകൊണ്ടിരിക്കുന്നതിനാൽ എന്ന് നാം സെഖരിയാ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നു. ഇത് സഭയിലെ നടത്തിപ്പുകാരായ ആളിനെ കുറിച്ച് പറയുന്നതാണ്. അത് ചെയ്യാൻ പാടില്ല. അവർ കണക്ക് ബോധിപ്പിക്കുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നുണ്ട്. എബ്രായ ലേഖനം വളരെ വ്യക്തമായി അപ്പോസ്തലൻ പറയുന്നു. എബ്രായർ 13:17. അപ്പൊ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ബോധത്തോടെ വേണം സഭയെ മൂപ്പന്മാർ ഭരിക്കുവാൻ. 7, വിശ്വാസികളെ പ്രബോധിപ്പിച്ച് ഉത്സാഹിപ്പിക്കണം. ഓരോ വിശ്വാസിയും ദൈവത്തിനോട് പ്രബോധനം നൽകി ഉത്സാഹിപ്പിക്കണം. സുവിശേഷന്മാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പിരിവിനായി അയക്കുന്ന ലെറ്ററിന്റെ അടിയിൽ ഒപ്പിടാനും സഭയിലെ നോട്ടീസ് വായിക്കാനും അപ്പം മുറിച്ചു കൊടുക്കാനും പാനപാത്രം എടുത്തു കൊടുക്കാനും സുവിശേഷനെ നിയന്ത്രിക്കാനും വേണ്ടിയല്ല മൂപ്പൻ സഭയിലിരിക്കേണ്ടത്. മൂപ്പൻ ആടുകളുടെ നന്മയ്ക്ക് വേണ്ടി അവരെ പ്രബോധിപ്പിച്ച് ഉത്സാഹിപ്പിക്കണം. 8ാമതായി പറയുന്നത് പോറ്റി പുലർത്തുക അല്ലെങ്കിൽ ഓമനിക്കുക എന്നാണ്. പോറ്റി പുലർത്തുക അല്ലെങ്കിൽ ഓമനിക്കുക. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു എന്ന് തെസ്സലോനിക്ക വിശ്വാസികളുടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനം കൂടെ വെച്ചു തരുവാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നു. പൗലോസിന്റെ മാതൃഹൃദയം നോക്ക്. അപ്പോസ്തലനായ പൗലോസിന്റെ മാതൃക ഇങ്ങനെയായിരുന്നു. മൂപ്പന്മാരും ഈ വിധത്തിൽ ആയിരിക്കണം. എന്നാൽ ചിലരുടെ ഇടപാടിൽ കണ്ടാൽ ശലോമോന്റെ അടുക്കൽ വന്ന ആ 2 തള്ളമാരിൽ ഒരു തള്ളയുടെ സ്വഭാവമാണ്. തിരുമേനി ആ കുട്ടിയെ കീറിക്കളയുക, എനിക്കും വേണ്ട അവൾക്കും വേണ്ട എന്നുള്ള മനോഭാവം. തങ്ങൾക്ക് ശുശ്രൂഷകൾക്ക് അവസരം ലഭിക്കുവാൻ ഒരു സഭയും കൂടെ ഉണ്ടാകുമല്ലോ എന്ന് വെച്ചുകൊണ്ട്
നിലവിലിരുന്ന സഭയിലെ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ സഭയെ രണ്ടായി കീറി മുറിക്കാൻ സഹായിച്ച സുവിശേഷന്മാരുണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ സത്യമാണ്, ഞാനത് സത്യമായി പറയുന്നു. അപ്പൊ വാസ്തവത്തിൽ അങ്ങനെ ആകരുത്. ഈ ശലോമോനൊടുക്കൽ വന്ന ആ കരുണയേറ്റ സ്ത്രീയെ പോലെ ആകരുത്. യഥാർത്ഥ തള്ള ആരാണെന്ന് ശലോമോൻ തിരിച്ചറിയാൻ ഈ സ്ത്രീയുടെ വാക്കുകൾ ഉപകാരമായി ഭവിച്ചു. സഭകൾ ഭിന്നത വരുമ്പോൾ ഇതേ നയം ചില മൂപ്പന്മാരും നേതാക്കന്മാരും ഉപയോഗിക്കാറുണ്ട്. സംഘടനാ നേതാക്കന്മാരും സഭയിലെ ചുമ്മാ മൂപ്പന്മാരും ഈ നയം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചില ആളുകൾ സഭയെ പിളർന്ന് പങ്കുവെക്കും. വ്യക്തികൾ പിന്മാറിപ്പോയാലും ആളുകൾ ചിതറിപ്പോയാലും ചിലത് ഉടുക്കും സംഭവിച്ചാലും ഞങ്ങൾക്ക് വിഷയമല്ല എന്നുള്ള നിലയിൽ എബ്രായലേഖനത്തിൽ അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. ഇന്ന് ഇവയൊന്നും വേണ്ടാത്ത പോലെയുള്ള സംവിധാനമാണ് സഭകൾ കാണുന്നത്. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തതയോടെ ഞാൻ ഇവിടെ ഓർപ്പിച്ച് നിർത്തുകയാണ്. ഇതൊക്കെയാണ് മൂപ്പന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ ഇവിടെ എന്നോട് ഇന്നലെ ഒരാള് ഞാൻ ഈ റൈറ്റപ്പ് എഴുതിയപ്പോൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്ന മൂപ്പന്മാർ നമ്മുടെ സഭകളിൽ വളരെ വിരളമാണല്ലോ എന്ന്. വളരെ വിരളമാണ്. 98% പ്രാദേശിക സഭകളുടെ മൂപ്പന്മാരും ചുമ്മാ മൂപ്പന്മാരാന്ന് ഞാൻ പറഞ്ഞതിനാണ് ബഹ്റിൻ റിട്ടേണിയാകുന്ന ഒരു ചുമ്മാ മൂപ്പൻ ഞാൻ വേർപാട് സഭകൾക്ക് വളരെ ദ്രോഹം ചെയ്ത ആളാണെന്ന് എൻ്റെ ഒരു കൂട്ടു സഹോദരനോട് പറഞ്ഞത്. ആ മൂപ്പനെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ആ മൂപ്പനോട് ഞാൻ പറഞ്ഞു, മൂപ്പന് ഇപ്പൊ 65 വയസ്സുണ്ട്. നല്ല വീട് വെച്ച് സ്വസ്ഥമായി ഭക്ഷണം കഴിച്ച് വിശ്രമജീവൻ നയിക്കേണ്ട പ്രായമാണ്. ഇപ്പോഴും വെയിൽ കൊണ്ട് കവലകളിൽ നാണം കൂടാതെ പരസ്യവും നടത്തി മറ്റൊരുത്തന്റെ കീശയിലെ കാശ് വാങ്ങാതെ സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരം മൂപ്പന്മാര് എത്ര കരിയിളകിയാലും ദൈവവചനം ഞാൻ പറയും. കാര്യം എന്റെ ജോലി ദൈവനും പറയും. ഇത് പറയാൻ പബ്ലിക് സ്റ്റേജ് നമ്മുടെ ഇടയിലില്ല. അതായത് പബ്ലിക് സ്റ്റേജിൽ എന്നെ വിളിച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ പറയുമെന്ന് നമ്മുടെ പ്രമാണികൾക്കറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ ആ ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കി. ഇവിടുത്തെ ബൈബിൾ കോളേജുകൾ എനിക്ക് നേരെ ഇത് ഞാൻ പറയുമ്പോൾ പരാതി പറയുകയാണ്, ആവരാതി പറയുക എന്നൊക്കെ ഇവിടെ ചില വഷളന്മാര് പറയാറുണ്ട്. വഷളന്മാർ ഞാൻ പറഞ്ഞ വിമർശകർ എന്നുള്ള അർത്ഥമല്ല, അല്ലാതെ പിഴച്ചവർ എന്നുള്ള അർത്ഥമല്ല. പറയാറുണ്ട് എന്നെ പരിഹസിക്കുന്നവർ. ഇവിടുത്തെ ബൈബിൾ കോളേജിന്റെ വാതിലുകൾ എനിക്കെതിരെ കുത്തി അടയ്ക്കപ്പെട്ടു. എന്റെ ജൂനിയേഴ്സ് എത്രയോ പേര് പഠിപ്പിക്കുന്നു. വളരെ സന്തോഷം, നല്ല കാര്യം. കാര്യം അവിടെ ചെന്ന് ദൈവവചനത്തെ അനുസരിക്കാത്ത ഈ പ്രമാണികളുടെ അടിയാദാസന്മാരായി ഇരുന്ന് അവർ പറയുന്നത് മാത്രം സിലബസ് പഠിപ്പിക്കാൻ കഴിയുന്ന ഈ ഭാരം ചുമക്കുന്ന കഴുതകളെ പോലെ ആകാതെ കർത്താവിന്റെ വചനം സോഷ്യൽ മീഡിയയിൽ സധൈര്യം വിളിച്ചു പറയാൻ ദൈവം എന്നെ പ്രാപ്തിപ്പെടുന്നത് ധാരാളം മതിയാവും. ഇനി മറ്റു കാര്യം, ഇവിടുത്തെ കൺവെൻഷൻ പുൾപിറ്റിലും പ്രസംഗിച്ചിട്ടും ഒരുത്തനും ഇന്നുവരെ നന്നാകുകയോ ഈ വർഷം ഈ കഴിഞ്ഞ 6 മാസവും അണ്ടം കീറി പ്രസംഗിച്ച് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഒരാത്മാവ് പോലും ഇവിടുത്തെ ഒരു സഭയിലേക്കും രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നിട്ടുമില്ല. അല്ലെ ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ തന്നെ ആത്മശോധന ചെയ്യും. നന്നായത് പ്രസംഗിച്ച സുവിശേഷന്മാർ അവർക്ക് കൈമടക്കം കൊടുത്തു, കാശും കൊടുത്തു, അടുത്ത വർഷത്തേക്കുള്ള പ്രസംഗത്തിലുള്ള ബുക്കിംഗ് കൊടുത്തു. അല്ല സഭയ്ക്ക് എന്ത് പ്രയോജനമുണ്ടായി? ഏതെങ്കിലും ഈ സുവിശേഷന്മാരാരെങ്കിലും ഇവിടുത്തെ ഒരു കവല ഇറങ്ങി പ്രസംഗിക്കുമോ? പ്രസംഗിക്കാൻ നട്ടലും ധൈര്യവും വേണം. കാര്യം അവിടെ RSSകാരും ക്രൈസ്തവ വിരോധികളും മുസ്ലിങ്ങളും മറ്റു പല ആളുകളുമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയി നിന്നുകൊണ്ട് പാഹിമാൻ ദേവദേവ പാടി പ്രസംഗിച്ച് ആരും ശ്രദ്ധിക്കുകയില്ല. ജനകീയമായ പ്രഭാഷണം കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ജനങ്ങളുടെ അടുക്കിലേക്ക് എന്ന് അവരെ അറിയിക്കണം. അല്ല നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പ്രസംഗിക്കുകയല്ല. ഇതൊന്നും വിമർശനമുള്ള സത്യമാണ്. അപ്പൊ വാസ്തവത്തില് ഇങ്ങനെയുള്ള പഠിപ്പിക്കൽ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മൂപ്പന്മാരുടെ നിയമനം സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നും തിമോത്തിയോസിന്റെയും തീത്തോസിന്റെ ലേഖനത്തിൽ നിന്നാണ് പറഞ്ഞത്. ഒരക്ഷരം പോലും അതിന് വെളിയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ ക്രൂശിക്കാൻ ഏത് ചുമ്മാ മൂപ്പന്മാർ വന്നാലും നിങ്ങൾ ക്രൂശിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ക്രൂശിച്ചാൽ ഞാൻ ആണിയെന്ന് ഊരിപ്പോരും. കാരണം ആണിയെ ഊരിപ്പോരുന്നതെന്നു ചോദിച്ചാൽ ദൈവവചനം കൊണ്ടാണ്. അപ്പൊ ദൈവവചനം കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയെന്ന് പറയുമ്പോൾ പിന്നെ വേറെ ചില മാർഗം കൂടി അടിച്ചമർത്താൻ. അതുകൊണ്ടല്ലേ ഈ സമൂഹം ഇങ്ങനെ നാൾതോറും നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം പോലും മുമ്പോട്ട് വരാതെ ഈ കൊട്ടയ്ക്കകത്ത് കിടക്കുന്നതിനകത്ത് സൺഡേ സ്കൂൾ മീറ്റിംഗും യൂത്ത് ക്യാമ്പും മീറ്റിംഗും ബാലസംഘവും YMF നടത്തി ഇങ്ങനെ സംതൃപ്തി അടഞ്ഞു പോകുന്നതല്ലാതെ ഒരാത്മാവ് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുമോ? വരാതിന്റെ കാര്യം എന്താ? അല്ലെ വേർപെട്ട് മുമ്പോട്ട് വരുമോ? വരാതിന്റെ കാര്യം പരിശുദ്ധാത്മാവ് നിയമിക്കുന്ന മൂപ്പന്മാരാൽ വേണം സഭ പരിപാലിക്കപ്പെടാൻ. സുവിശേഷകന്മാരെ കൂടെ ഉൾപ്പെടുത്തി അവരോട് ചേർന്ന് വേണം സഭ പരിപാലനം ചെയ്യാൻ. അല്ല സുവിശേഷനെ കൊങ്ങാക്കി പിടിച്ച് പുറത്തിറക്കി വിട്ടിട്ട് വേദോത്സവത്തിലെ പുസ്തകത്തിന്റെ 66 പുസ്തകങ്ങളുടെ ക്രമം ഓർഡർ തെറ്റാതെ പറയാൻ അറിയാൻ വയ്യാത്ത, നോട്ടീസ് വായിക്കാനും അപ്പം മുറിച്ചു കൊടുക്കാനും പാനപാത്രം വായിക്കാനും ആ ആഴ്ചകളിലെ യോഗ അനൗൺസ് ചെയ്യാനും സുവിശേഷകന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ അടിയിൽ ഒപ്പിടാനും മാത്രമുള്ള തസ്തികയായിരിക്കുന്ന മൂപ്പന്മാരെ കുറിച്ചല്ല ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞത്
പരിശുദ്ധാത്മാവ് നിയോഗിച്ച വരപ്രാപ്തരായ അധ്യക്ഷന്മാരാണ്. അവർക്ക് ഞാൻ ഈ പറഞ്ഞ 8 ഗുണങ്ങളും കാണും, ഈ അഷ്ടഗുണങ്ങളും കാണും. അവർ ഒടിഞ്ഞതിനെ വെച്ച് കെട്ടും, മുറിഞ്ഞതിനെ മരുന്ന് വയ്ക്കും, തളയാടുകളെ മെല്ലെ നടത്തും, കുഞ്ഞാടുകളെ ചുമൽ വഹിക്കും, വചനം കൊണ്ട് അവരെ പ്രബോധിപ്പിക്കും. ഇതെല്ലാം ചെയ്യാൻ ഇവിടുത്തെ സുവിശേഷന്മാരെ വേണ്ടി. ഞായറാഴ്ച ദൈവവചനം ശുശ്രൂഷ ചെയ്യാനും സുവിശേഷന്മാർ വേണം, ശാപം കുഴിച്ചിടാനും സുവിശേഷന്മാർ വേണം, വിവാഹം നടത്താനും സുവിശേഷന്മാർ വേണം, കവലയെ പ്രസംഗിക്കാനും സുവിശേഷം വേണം, കൺവെൻഷനും സുവിശേഷം വേണം. പിന്നെ ബാക്കിയെല്ലാം ഇവരെ കൊണ്ടിരുന്ന ആത്മാക്കളെ ഭരിക്കാൻ. അതുകൊണ്ട് വിശ്വാസികൾക്ക് യോഗ്യമായ നിലയിലുള്ള ആത്മീക മന്ന കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരിക്കൽ ഭക്ത് സിംഗ് അദ്ദേഹം മലേഷ്യയിൽ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു പോയി. മലേഷ്യയിൽ സൂക്ഷിക്കുന്നപ്പോൾ വൻപിച്ച ജനാവലികൾ ഉണ്ടായി. അവിടുത്തെ മെതഡിസ്റ്റുകാരും മറ്റാളുകളും ഒക്കെ കൂടി. അദ്ദേഹത്തിന്റെ ക്രൂസൈഡിൽ ധാരാളം ആളുകൾ വന്നു. ഒരു ദിവസം അദ്ദേഹത്തെ കാണാൻ അവിടുത്തെ മെതഡിസ്റ്റ് ചർച്ചിന്റെ ഒരു പാസ്റ്റർ വന്നു. പാസ്റ്റർ വന്നിട്ട് ആ പാസ്റ്റർ ഈ ഭക്ത് സിംഗിനോട് പറഞ്ഞു. ഭക്ത് സിംഗ് പ്രസംഗിക്കുന്നത് ഞാൻ ബാംഗ്ലൂർ വെച്ച് കേട്ടതാണ് 1982. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ മെതഡിസ്റ്റ് പാസ്റ്റർ പറഞ്ഞു, ഐ ആം ഗോയിങ് ടു റിപ്പോർട്ട് ടു മൈ ബിഷപ്പ് അബൌട്ട് യു. എന്താണ് റിപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചു. അതായത് ഞങ്ങളുടെ ആടുകളെ എല്ലാം മോഷ്ടിക്കുന്നു. അതായത് ഭക്ത് സിംഗിന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ ഫ്ലഡ് ചെയ്യുന്നു. അതാണ് ഈ മെതഡിസ്റ്റ് പാസ്റ്ററുടെ പരാതി. സോ ഐ എം ഗോയിങ് ടു റിപ്പോർട്ട് അബൌട്ട് യു ടു മൈ ബിഷപ്പ് ദാറ്റ് യു ആർ സ്റ്റീലിംഗ് മൈ ഷീപ്പ്. അവർ ഷീപ്പ്, ഞങ്ങളുടെ ആടുകളെ മോഷ്ടിക്കുന്നു എന്നൊരു ആരോപണം ഞങ്ങള് പറയാൻ പോകുന്നു. അപ്പൊ അല്പസമയത്തെ മൗനത്തിന് ശേഷം ഭക്തനായ ഭക്ത് സിംഗിന് ഇങ്ങനെ പറഞ്ഞു, ഐ ആം ഓൾസോ ഗോയിങ് ടു റിപ്പോർട്ട് യുവർ ബിഷപ്പ് സംതിങ് അബൌട്ട് യുവർ ഷീപ്സ്. അതെന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. യുവർ ഷീപ്സ് സ്റ്റീൽ മൈ ഗ്രാസ്. എന്റെ പച്ചപ്പുല്ലുകൾ നിങ്ങളുടെ ആടുകൾ മോഷ്ടിക്കുന്നു. എവിടെ പച്ചിപ്പുണ്ടോ അവിടോട്ട് ആളുകൾ പോകും. ഇപ്പോൾ കേരളത്തിലെ എക്സോഡസ് മിനിസ്ട്രി, അതുപോലെ വേറെ റിഡീമർ മിനിസ്ട്രി, ഇങ്ങനെയുള്ള മിനിസ്ട്രികളൊക്കെ വളരെ പെട്ടെന്ന് വരുന്നു. തിരുവല്ലയിലൊക്കെ ധാരാളം വന്നു കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ മിക്കവാറുമുള്ള സഭകളിലെ പ്രധാന മൂപ്പന്മാർ, അതായത് ചുക്കാൻ പിടിക്കുന്ന മൂപ്പന്മാരുടെ മക്കളെല്ലാം റിഡീമറിലും എക്സോഡസിലും ഒക്കെയാണ് പോകുന്നത് മിക്കവാറും സഭകൾ. ഈ മൂപ്പന്മാർക്ക് അവരുടെ മക്കളെ പോലും പിടിച്ചെടുത്താൻ പറ്റുന്നില്ല. എന്താ കാരണം അറിയാവോ? ഈ പരിപാലനം മാറിയ ഭരണപരമായ അരാജകത്വം സഭയിൽ ഉണ്ടാകുമ്പോൾ ആടുകൾ പച്ചിപ്പുള്ള സ്ഥലത്തേക്ക് പാലായനം ചെയ്യുക സ്വാഭാവികമാണ്. അപ്പൊ ഗുണം വരാൻ ഒരേ ഒരു മാർഗമുള്ളൂ, വരാതിരിക്കാൻ ഒരുപാട് മാർഗമുണ്ട്. ഈ സമൂഹം ദൈവം ഉപയോഗിക്കേണ്ടുന്ന പലരെയും സപ്രസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും സപ്രസ് ചെയ്യുന്നുണ്ട്, ഇനിയും മേലിലും അങ്ങനെ തന്നെ ചെയ്യും. ഇതിന്റെ ആരംഭം മുതൽ അങ്ങനെയാണ്. പിന്നെ സുവിശേഷകന്മാരെ പ്രജ്ഞയറ്റവരായി ഈ പറയപ്പെട്ട യാതൊരു കഴിവുമില്ലാത്ത കൃപയില്ലാത്ത ദൈവം ആക്കി വയ്ക്കാത്ത മൂപ്പന്മാരുടെ മുമ്പാകെ പഞ്ചപുച്ഛം അടങ്ങി നിന്നാൽ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളും നാൾതോറും നേർച്ച കാഴ്ചകൾ പോലെ നടത്തപ്പെടുന്ന മീറ്റിങ്ങുകൾക്കും അവരെ വിളിച്ച് ശുശ്രൂഷിക്കും. അവർക്ക് ധാരാളം മതി. കാര്യം നിത്യതയെക്കുറിച്ചോ കർത്താവിന്റെ ന്യായസ്ഥതയെക്കുറിച്ചോ കണക്ക് ബോധിപ്പിക്കുന്നതിനെ കുറിച്ചോ ഒന്നും ബോധമില്ലാതെ ഈ ലോകത്തിലെ ലൗകിക ജീവിതം ഒരു ജീവിതമുള്ള നന്നായി ജീവിക്കണം. പ്രതികരിച്ചാൽ ഒന്നുമില്ലാതെ പോകും. എന്നാൽ അതിനും ഭേദം മൗനവ്രതം അനുഷ്ഠിച്ച് ഇവിടെ കിട്ടുന്നതുകൊണ്ട് സമൃദ്ധിയായി ജീവിക്കുക എന്നുള്ള ആശയമുള്ള ആളുകൾ എല്ലാം സുഹൃത്തുമായി ജീവിക്കും. പക്ഷേ അതിനോട് സംഭവിക്കുന്നത് അറിയാമോ? സഭകൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് പരിഹാരമുള്ളത് പരിശുദ്ധാത്മാവ് ഒരു സഭയിൽ ശുശ്രൂഷകന്മാരെ മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കുന്നവരെ അവിടെയുള്ള വിശ്വാസികളെ സൂക്ഷിക്കണം. അതിന് തെളിവാണ് കൊരിന്തിലെ സഭ. കൊരിന്തിലെ സഭയ്ക്ക് 1-ാമത്തെ ലേഖനം എഴുതി കഴിയുന്നവരെയും അവിടെ മൂപ്പന്മാരുണ്ടായിരുന്ന യാതൊരു പരാമർശമില്ല. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പിന്നെ കൃപാവരങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നത്. അപ്പൊ അവിടുത്തെ പ്രശ്നം ഡീൽ ചെയ്യുന്ന സമയത്ത് മൂപ്പന്മാർ അവിടെ ഇല്ല. സഭ ഒന്നാകെയാണ് വിളിച്ചു കൂട്ടപ്പെട്ടിരിക്കുന്നത്. യെരുശലേമിലെ സഭയിലും ആദ്യ നാളുകളിൽ മൂപ്പന്മാരില്ല, പിന്നീടാണ് മൂപ്പന്മാർ വരത്തുകൂടി എഴുന്നേറ്റ് വന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് ഒരു മടങ്ങിവരവാണ് രക്ഷയ്ക്കുള്ള ഏക മാർഗം. ഇത് നിഷ്പക്ഷ ബുദ്ധിയ ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എവരെ അനുഗ്രഹിക്കട്ടെ. ചില ചിന്തിക്കുന്നത് ഞാൻ ഈ പറയുന്നതൊക്കെ വലിയ വിമർശനമല്ല. ഞാൻ ഈ പറയുന്ന പാത്തിരുന്ന് കേട്ടേച്ച് കഴിഞ്ഞ ദിവസം എന്നെ 1-2 വലിയ ഉപദേശിമാർ വിളിച്ചു. നമ്മൾ വലിയ ആൾക്കാരാ. ബ്രദർ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് യോജിപ്പേ ഉള്ളൂ. അത് എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങൾക്കുള്ള പരിമിതി അറിയാമോ? അടുത്ത വർഷം 45 മിനിറ്റ് കൺവെൻഷൻ ഒരു രാത്രി പ്രസംഗിക്കാൻ വിളിക്കത്തില്ല എന്നുള്ള പരിമിതി, വിളിക്കുമോ എന്നുള്ള ആശങ്കയുള്ള പരിമിതി. എനിക്ക് അങ്ങനെ ഒരു പരിമിതി ഇല്ല. കാരണം എന്നെ സംബന്ധിച്ച് ദൈവവചനം പറയുക, സത്യസന്ധമായി നയിക്കുക, അവസാനത്തോടെ യഹോഭക്തിയോടും നേരുള്ള ഹൃദയമുള്ളവരായും നിഷ്കളങ്കനായും നിർമ്മലായും ജീവിക്കുക. ഒരു നന്മയുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവരെയും ദൈവം തമ്പുരാൻ ഇസ്രായേൽ കൊല്ലന്മാരും ആശാരിമാരുമായി സൃഷ്ടിച്ചിട്ടില്ല.
ഓരോരുത്തരെയും ദൈവം ഓരോ കൃപാവരം കൊടുത്താൽ നിർത്തിയിട്ടുള്ളത്. അപ്പൊ എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഇങ്ങനെയുള്ള ഉപദേശപരമായ വിഷയങ്ങളിലെ കറക്ഷൻ പറയുക എന്നുള്ള. സോ ഐ കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. അതെന്റെ ഡ്യൂട്ടികളിലൊന്നാണ്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.